കൊച്ചി നഗരസഭ 60-ാം ഡിവിഷൻ പെരുമ്പടപ്പിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമവും ഓരുവെള്ളക്കയറ്റവും ജനജീവിതം ദുസ്സഹമാക്കുന്നു. വർഷങ്ങളായി തുടരുന്ന ഓരുവെള്ളക്കയറ്റത്തിന് ശാശ്വത പരിഹാരം നേടാനായിട്ടില്ലെന്നും കുടിവെള്ള പൈപ്പിലൂടെ മലിനജലം കയറി വരുന്നതായും നാട്ടുകാരുടെ പരാതി. സാംക്രമിക രോഗങ്ങൾ പടരാൻ സാധ്യതയുള്ള അവസ്ഥയിൽ നിന്ന് ജനങ്ങൾ കുടിവെള്ളത്തിനായി ടാങ്കർ ലോറികളെയും മറ്റ് താൽക്കാലിക സംവിധാനങ്ങളെയും ആശ്രയിക്കേണ്ട അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഇത് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഇവരെയുള്ള ആൾക്കാർ അടുത്ത് ശരിക്കും പറഞ്ഞു എല്ലാവരും ഈ ഉപ്പുവെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടക്കാണ്. കൊച്ചി നഗരസഭ 60-ാം ഡിവിഷൻ പെരുമ്പടപ്പിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമവും ഊരുവെള്ളക്കയറ്റവും ജനജീവിതം ദുസ്സഹമാക്കുന്നു. വർഷങ്ങളായി തുടരുന്ന ഊരുവെള്ളക്കയറ്റത്തിന് ശാശ്വത പരിഹാരം നേടിയിട്ടില്ലെന്നാണ് ജനങ്ങളുടെ പരാതി. വെള്ളം കിട്ടണില്ല, പച്ചവെള്ളം കുടിക്കണതേ ഉപ്പുവെള്ളമാണ്. ഉപ്പുവെള്ളം കുടിക്കാൻ മാസങ്ങളായി. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഒരു നിവർത്തിയില്ല. എന്റെ പൊന്നു സാർമാരെ, ഇത് എന്ത് അധികാരികളോട് പറഞ്ഞില്ലേ? ആരാണ് അധികാരികൾ? എല്ലാവരോടും പറയുന്നുണ്ട്, വയനാരോടൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞിട്ട് ഇത് ഇപ്പം പറയണത് തന്നെ അപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു ഫലവും ഉണ്ടായിട്ടില്ല. ഉപ്പുവെള്ളം ബായി കുളിച്ചിട്ട് ദിവസങ്ങളായെന്ന് വേണം പറയാനായിട്ട്. മേലൊട്ടണം, ആ കടയിൽ മുമ്പിൽ ചെന്ന് നിൽക്കാൻ പറ്റണില്ല. ഈ പിന്നെ കുളിക്കാതെ ആ രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ നടക്കണത്. ഉപ്പുവെള്ളം ഇത് ഞാൻ വേണം കൊണ്ടുവന്ന് കാണിച്ചു തരാം. വെള്ളം ചേറ് മണം, കാനേര വെള്ളത്തിന് എന്താണ് മണമെന്ന് ചോവേ അത് തന്നെ വേണം ചോവേ. അതിനൊരു തീരുമാനം ആദ്യം നിങ്ങളൊക്കെ ഉണ്ടാക്കും. ശംഖുതറ MA മാത്യു റോഡ്, കെ കരുണാകരൻ റോഡ്, വൈലോപ്പള്ളി റോഡ്, മൂന്നുംപള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ കുടിവെള്ള പൈപ്പിലൂടെ മലിനജലം കയറി വരുന്നത് ജനജീവിതത്തെ താറുമാറാക്കുന്നു. ഇപ്പോൾ റോഡ് താഴ്ന്നു കിടക്കുന്നു. റോഡ് പൊക്കാൻ പാസ്സായി കിടന്നിട്ട് തന്നെ 1 വർഷമായി, ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ കാണാനുള്ളിലൂടെ വന്ന പൈപ്പുകൾ തന്നെ മെയിനായിട്ട് അതിൽ കൂടി മലിനജലം കയറുന്നുണ്ട്. അപ്പോൾ എവിടെയാണെന്നത് റെക്ടിഫൈ ചെയ്യാൻ പറ്റണില്ല. രാവിലെ നമ്മൾ ഈ വെള്ളം കണ്ടിട്ട് എഴുന്നേക്കണം, എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും? അത് ഈ ഒരു 10 മണി വരെ വെള്ളത്തിൻ്റെ സമയം നോക്കിയിട്ട് വേണം നമ്മളുടെ ജോലി സമയം വരെ നമ്മൾ കൃത്യതപ്പെടുത്താനായിട്ട്. അല്ലാതെ വേറൊരു നിവൃത്തിയും കാണുന്നില്ല. അനേകം ദിവസങ്ങളായി കുടിവെള്ളത്തിന് വേണ്ടി ടാങ്കർ ലോറികളെയും മറ്റും ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ജനങ്ങൾ. ഈ സ്ഥിതി തുടർന്നു പോയാൽ സമരത്തിലേക്ക് നീങ്ങുവാൻ ജനങ്ങൾ തയ്യാറാകുമെന്നും ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുവാൻ ഉദ്യോഗസ്ഥ തലത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കുമ്പളങ്ങി പെരുമ്പടപ്പ് വേമ്പനാട്ട് കായലിൽ എക്കലടിഞ്ഞതുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ടുള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ എക്കൽ നീക്കം ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും സ്ഥല MLA കെ ബാബുവും IB ഈഡനും അത് വേണ്ട രീതിയിൽ ഏറ്റെടുത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആവിഷ്കരിക്കുന്നില്ല. അതൊരു പ്രധാന വിഷയമായിട്ടാണ്. അപ്പോൾ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു സമരം അതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. രാവിലെ മുതൽ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുവാൻ നഗരസഭാ കൗൺസിലർ ലിഖിത NXും നെട്ടോട്ടമോടുന്ന സാഹചര്യമാണ്. നമ്മൾ വാട്ടർ അതോറിറ്റിയിൽ നമ്മൾ നിരന്തരം ചെല്ലും, ഞങ്ങൾ ഉടനെ വന്നേക്കാം എന്ന് പറയും. പക്ഷേ വന്നാലും എവിടെയെങ്കിലും ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ട് പോകും. അവർ ശാശ്വതമായിട്ട് ഇത് എവിടെയാണ് പൊട്ടിയിരിക്കുന്നതെന്ന് അവരും കണ്ടുപിടിക്കുന്നില്ല. ബഹുമാനപ്പെട്ട കൊച്ചി മേയർ പറഞ്ഞത് ഇത് ഉടനെ തന്നെ അവരോട് സംസാരിച്ച് ഒരു തീരുമാനം അറിയിക്കുമെന്നാണ്. പക്ഷേ ആരാണേലും നമ്മൾ ഈ ഒരു പ്രശ്നം പെരുമ്പടപ്പ് മേഖലയിൽ അനുഭവിക്കുന്ന ഒരു ദുരന്തം കണ്ട് അതിനൊരു പരിഹാരം കാണണം. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയാണ് ആദ്യം വരേണ്ടത്. കുടിവെള്ളം ഇല്ലാണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുമോ? ടാങ്കർ വന്ന് വല്ലപ്പോഴും വരുന്ന ടാങ്കർ നോക്കി നിൽക്കാൻ പറ്റുമോ? ആൾക്കാർക്ക് ആക്ഷൻ എടുക്കേണ്ടത് ആരാ? എല്ലാവരും സമരത്തിന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ വീടുകളിൽ എന്ത് ചെയ്യും? ജനങ്ങളുടെ ഇത് മനസ്സിലാക്കണം. അധികാരികൾ തന്നെ ഇതിന് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണം. എന്നാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ജനങ്ങളുടെ കണ്ടമിടറുകയാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ പ്രതികരിക്കാതിരിക്കുവാനായിട്ട് ജനത്തിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതികരിച്ച് മടുത്ത ഒരു മനോഭാവത്തോടു കൂടെയാണ് പലരും നമ്മളെയും സമീപിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അധികാരികൾ ഉണർന്നിരുന്നാൽ മാത്രമേ ഈ ജനങ്ങളുടെ സങ്കടത്തിന് പരിഹാരമുണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ. പെരുമ്പടപ്പിലെ ഈ ഒരു പ്രദേശത്തുള്ള ജനം കാലാകാലങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതത്തിന് പരിഹാരം വേണം. അതിന് ആരിടപെട്ട് വേണമെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്നാണ് ജനം പറയുന്നത്. ലിജൻ ജെയിംസിനൊപ്പം റിഡ്ജൻ റിബല്ലോ, മെട്രോ 7 ന്യൂസ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അതിഥി രവി. ജനുവരി 11 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ഞാൻ പള്ളുരുത്തിയിൽ വരുന്നു. സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 3ാമത്തെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാം. സീ ഓൾ ദർ.